ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ ജമ്മു കശ്മീരിൽ നിന്നുള്ള വാർത്ത വരുന്നു. അവിടെ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നു. ഛാത്രൂ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് വീണ്ടും ഒരു ഭീകരാക്രമണം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ സാന്നിധ്യം കുറേ നാളായി നുഴഞ്ഞുകയറ്റം തുടങ്ങിയിട്ട് അതല്ലെങ്കിൽ ഒട്ടും പിൻവാങ്ങാതെ വീണ്ടും തുടരുകയാണ് ആക്രമണ ശ്രമങ്ങൾ. കിഷ്ത്വാറിലെ ഛാത്രൂ വനമേഖലയിലാണ് ഇത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റുമുട്ടലിൽ ഇതുവരെയുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, ഗുഡ് മോർണിംഗ്. കിഷ്ത്വാറിൽ ഇന്നലെ വൈകുന്നേരമാണ് ചില ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CRPF-ഉം അതേപോലെ തന്നെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ചേർന്ന സുരക്ഷാ സേന ചില ഏറ്റുമുട്ടലുകൾ, അതായത് ചില വെടി ഈ ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും ഈ സംയുക്ത സേനാ വിഭാഗത്തിന് നേരെ ഉണ്ടായി. ഈ സംയുക്ത സേനാ വിഭാഗം തിരിച്ചും വെടിവെച്ചു. തുടർന്ന് ഈ ഭീകരവാദികൾ കാടിനുള്ളിലേക്ക് മറയുകയായിരുന്നു. അവിടെ ഈ മേഖലയിൽ ഈ കൊടും കാടാണ് എന്നുള്ളതാണ്. ഈ കാടിനുള്ളിലേക്ക് മറഞ്ഞ അവരെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു, അതേപോലെ തന്നെ വെളിച്ചമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരച്ചിൽ കൂടുതലായി സജീവമായി തന്നെ നടന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ വളരെ സജീവമായി തന്നെയുള്ളൊരു സെർച്ച് ഓപ്പറേഷൻ ഈ 3 സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുകയാണ്. വരും മണിക്കൂറുകളിൽ തന്നെ ഇവരെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഡ്രോണുകൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ നായ്ക്കളെ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഉള്ള സെർച്ചിങ് ഓപ്പറേഷനുകൾ നടക്കുകയാണ്. സാറ്റലൈറ്റ് ഇമേജുകൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശാലമായ ഒരു സെർച്ചിങ് ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെ 3 ഭീകരവാദികളെ ഈ സംയുക്ത സേനാ വിഭാഗം വധിച്ചിരുന്നു. ഈ കാടിനുള്ളിൽ ഒളിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് അവിടെ സെർച്ച് ഓപ്പറേഷൻ ചെന്നപ്പോൾ സമാനമായ രീതിയിൽ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കൂടുതൽ സൈന്യ വിഭാഗങ്ങൾ അവിടേക്ക് എത്തി പിന്നീട് ഈ 3 ഭീകരവാദികളെയും വധിക്കുകയായിരുന്നു. എന്നാൽ ഇവർ 3 പേരല്ല, കൂടുതൽ പേരുണ്ടാകുമെന്നുള്ളതായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെ സംയുക്തമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ കർശന നിരീക്ഷണത്തിലായിരുന്നു ഈ മേഖല. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം ചില ഭീകര സാന്നിധ്യങ്ങൾ ഈ മേഖലയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംയുക്ത സേനാ വിഭാഗം അവിടേക്ക് എത്തുകയും അങ്ങനെ പരസ്പരം വെടിയുതിർക്കുകയും ചെയ്തത്. ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഇവരെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കശ്മീരിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അവിടെ ഛാത്രൂ വനമേഖലയിൽ ഭീകരരുമായി ഇന്നലെ രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടലാണ് എന്നോർക്കണം. എന്തായാലും തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട് സൈന്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.